പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓക്കെ, ലെറ്റ്സ് കം ടു ദി പോയിന്റ്. നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും. കുന്തളിപ്പ് മോശം വാക്കൊന്നുമല്ല, അത്ര മോശം വാക്കല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത്. എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹം ഉണ്ട്. വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടതിനെക്കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ 3:22 വായിച്ച് 22-23. കർത്താവിന്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം ഇതെന്താണ് ഒരു പ്രശ്നം എന്നറിയാമോ? അതായത് കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്. അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ്. നമുക്കൊരു മടുപ്പില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം, ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയാമോ? ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും, അല്ലേ? നമ്മൾ ചോറുണ്ടായാലും മടുക്കും, ഒരു ഡ്രസ്സ് ഇട്ടാൽ മടുക്കും, അല്ല, എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും, ഊരിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും. അപ്പോൾ ഈ ലോകത്ത് എല്ലാം മടുക്കും. മടുക്കാത്ത ഒന്നെന്താണ്? അനുഗ്രഹത്തിൻ്റെ കുഴപ്പം അതാ, അത് ഇടയ്ക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും. അത് കൂടിപ്പോയാൽ അത് മടുക്കും. പക്ഷെ കൃപ മടുക്കത്തില്ല. അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കും, പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരു അടയാളം വേണ്ടി, അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തെ മാത്രം ആശ്രയിക്കരുത്. ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം. ഞാൻ ആൾക്കാരോട് പറയുവേ, നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ട് നടക്കണ ഉടമ്പടിയാണ് വിഷയം, അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ അതാണ് വിഷയം. അത് വിശ്വസ്ത പാലിച്ചു പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം 10 ഇരട്ടി വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ്. ഒന്നിനും കൂസത്തില്ല, ഒന്നും മടുക്കത്തില്ല. എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ എന്നുള്ള എത്ര പേരങ്ങനെ സാക്ഷ്യമാണെന്ന് അറിയാമോ? എന്ത് വന്നാൽ എന്ത് ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയും. ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് ഉള്ളിൽ നിന്ന്, ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ദൈവം നോക്കണുണ്ട്, ദൈവം നോക്കിക്കൊള്ളുമെന്ന് നമ്മൾ അങ്ങനെ 200% കലോറിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ല പിന്നെ ദൈവത്തെ നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. അതൊക്കെ ദൈവം നോക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ അത്രയും സ്നേഹമുണ്ട്, ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിനെ നോക്കാതെ എവിടെ പോകാനാണ്? ആ ഉറപ്പവർക്കുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, അവനൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അവന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. അവനൊന്നും സംഭവിക്കത്തില്ല, വണ്ടി ഇടിച്ചിട്ടാണ് കേസ്. അത് കേൾക്കുക, ആ വാർത്തയൊക്കെ പറയണേ, അവന് എൻ്റെ ആങ്ങളല്ലേ, അവനും സംഭവിക്കുന്നത്, അവന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത്. അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. ദൈവസ്നേഹത്തെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. കാരണം എന്താണ്? ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ്? ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അങ്ങനെ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിൻ്റെ ബുദ്ധി, ശക്തി, മനസ്സ്, ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറുവാണെന്ന് വലത്ത് കരുത്താൽ ആശീർവദിക്കപ്പെടട്ടെ. ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. ലോർഡ് ഇൻക്രീസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സങ്കീർത്തനം 57:1 എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞേ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. കൊറോണ വന്ന കാലത്ത്, തുടങ്ങിയ കാലത്ത് ഞങ്ങളെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത്. ഈ സങ്കീർത്തനം 57:1 എന്താണ്? ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും. അപ്പോൾ വചനം എന്താ പറയണത്? ഏത് വിനാശം ഉണ്ടായാലും കടന്നു പോകും. കടന്നു പോകും. അതാണ് വചനം പറയണത്. വചനത്തിൻ്റെ നിലപാടതല്ലേ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത് എന്താണ്? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, സങ്കീർത്തനം 56:4, ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. എന്താ പറയണത്? അതാണ് വിനാശത്തിൻ്റെ വചനം എന്താ പറയണത്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്. ഇത് പറഞ്ഞ്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അപ്പോഴേ ഒരു ഗുഹയാണ് അദ്ദേഹം ഇരിക്കണതേ. അദ്ദേഹം ഈ സമയത്ത് ഇരിക്കണം. ഈ സങ്കീർത്തനം പാടുന്നത്, ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 57. ഈ സമയത്ത് അദ്ദേഹം ഒരു ഗുഹയിലാണ് ഇരിക്കുന്നത്. മേലോട്ട് നോക്കിയാൽ ഗുഹ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കാണും. ഉടനെ ഈ ഗുഹയെ അദ്ദേഹം യഹോവയുടെ ചിറകാക്കി മാറ്റും. വിശ്വാസിക്ക് അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. ദാവീദ് ഇരിക്കണ എവിടെയാണ്? ഒരു ഗുഹയിലാണ്. എന്താ കാര്യം? അബിമേലെക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, അബിമേലെക്കിൻ്റെ അടുത്ത് ചെന്നില്ല. 34 സങ്കീർത്തനത്തിൽ നമ്മൾ അബിമേലെക്കിൻ്റെ അടുത്ത് പോലും ചെന്ന് സാവൂൾ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടപ്പോൾ അബിമേലെക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അബിമേലെക്കിനോട് ചോദിച്ച്, വല്ലതും ഞാൻ നിരായുധനാണ്, എനിക്ക് വല്ല ആയുധം ഉണ്ടാ തരാനെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, നീ കൊന്ന ഗോലിയാത്തിൻ്റെ ആയുധം ദേവാലയത്തിൻ്റെ പുറകിൽ ഞാൻ ചാരി വെച്ചിട്ടുണ്ട്, അതെടുത്തോളാൻ പറഞ്ഞു. അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അദ്ദേഹം മറ്റവനെ കണ്ടത്. ആരാണ്? ഒറ്റുകാരനെ കണ്ടത്, സാവൂളിൻ്റെ അനുചരനെ കണ്ടത്. അവിടെ നീ വാളമെടുത്തണ്ട് ഓടിപ്പോയൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പം സാവൂള് തിരിച്ചു വരുന്നുണ്ട്. ഇയാൾ തിരക്ക് കിടക്കുന്ന സാവൂള് രാജാവും പടന്മാരും തിരക്ക് കിടക്കുന്നു. ഈ ഗുഹയുടെ അകത്തിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മേലോട്ട് നോക്കും. എന്നിട്ട് ഇത് യഹോവയുടെ ചിറകായിട്ട് കാണും. അപ്പോൾ ഈ എന്തൊരു കാഴ്ചയാണ്! കണ്ടത് എന്താണ്ട് ഗുഹയാണ്, അതിൻ്റെ അകത്തിരിക്കുകയാണ്. പക്ഷെ മേലോട്ട് നോക്കുമ്പോൾ കറുത്ത കഴുകൻ ചിറക് വിരിച്ച് ഇവനെ സംരക്ഷിക്കുന്ന പോലെ തോന്നിയിട്ട് പറയും, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളൂ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഈ ഗുഹ നിൻ്റെ ചിറകാണ്, ഈ ചിറക് എന്നെ സംരക്ഷിക്കും. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. അതായത് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടേ, അതായത് ഗായസംഘത്തിന് നേതാവിനെ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയത്. മരണവേപ്രാളത്തിൽ ഓടുമ്പോഴും അവിടെ വെച്ച് കർത്താവിൻ്റെ ഗീതങ്ങൾ പാടുകയാണ്. 57 സങ്കീർത്തനം. എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഇപ്പോഴേ കേരള സഭ ഒരു പ്രത്യേക അവസ്ഥയിൽ കടന്നു പോവുകയാണ് അല്ലേ? വരുന്നവനും പോകുന്നവനും ഒക്കെ സഭയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പം എനിക്കാണ് ഈ ദിവസങ്ങളിലൊക്കെ KCBC 28-ാം തീയതി ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിതിൻ്റെ വെളിച്ചത്തിലാണ്. ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകും, തീർച്ചയായിട്ടും കടന്നു പോകും.
പക്ഷേ ഈ പ്രാർത്ഥനാ ദിനത്തിന് പോലും പറ്റുന്നതാണ് ഈ 34-ാം സങ്കീർത്തനവും, അതുപോലെ തന്നെ 56-ാം സങ്കീർത്തനവും, അതുപോലെ 57-ാം സങ്കീർത്തനവും. എന്താണ്? വിനാശകാലത്ത് വിശ്വാസി പാടി ആർക്കുന്ന സങ്കീർത്തനങ്ങളാണ് ഇതെല്ലാം. കേരളസഭ 28-ാം തീയതി മാത്രമല്ല, കുറച്ച് കാലത്തേക്ക് 90 ദിവസത്തേക്ക് ഈ സങ്കീർത്തനങ്ങൾ എല്ലാ വീടുകളിലും പാടിയാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ചിറകിൻ്റെ സംരക്ഷണം സഭയ്ക്ക് ലഭിക്കും. കാര്യം സഭ ഒന്നിലും പേടിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? സഭയെ സൃഷ്ടിച്ചതും സഭയ്ക്ക് വേണ്ടി മരിച്ചതും ഉയർത്തെഴുന്നേറ്റവനും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം വിശ്വാസി എപ്പോഴും ഒരു പോരാട്ടത്തിലായിരിക്കും. അപ്പം ആടിൻ്റെ മണമുള്ള ഇടയന്മാരാകണമെന്ന് അങ്ങനെ പരിശുദ്ധ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇടയന്മാരൊക്കെ ആടിൻ്റെ മണമുള്ളവരായിരിക്കുന്നതെന്നും. പക്ഷേ ഇടയന്മാർക്ക് ആടിൻ്റെ മണം മാത്രം പോരാ ജീവിക്കാൻ, ചെന്നായിട്ടുള്ള മണവും പിടിക്കണം, അല്ലെങ്കിൽ ആടിനെയും കൊണ്ട് അവരടിച്ചു പോകും. അതൊരു വശം. ആടിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞൊരു വശമാണ്. ആടിൻ്റെ മണവും മണത്തും മാത്രം ജീവിച്ചാൽ ആടുകൾ ജീവിക്കണമെന്ന് നിർബന്ധമില്ല. കുറുക്കന്മാരുടെ മണം അറിയേണ്ടി വരും, ചെന്നായ്ക്കളുടെ മണം അറിയേണ്ടി വരും. കുറുക്കന്മാരുടെ മണവും ഇടയന്മാരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആടും ഉണ്ടാകത്തില്ല, ഇടയന്മാരും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഇതുപോലെ ഇങ്ങനെയുള്ള വിനാശകാലങ്ങൾ വരുമ്പോഴൊക്കെ സങ്കീർത്തനങ്ങൾ ഇതുപോലെ നമുക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചു പോയവരുണ്ട്. നമുക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചു പോയവരെല്ലാവരും, അതാണ് ദാവീദ് എന്ത് രസമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഓരോ സമയത്തും ഇങ്ങനെ ലൈവായി നിർത്തുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. പ്രശ്നം കെട്ടടങ്ങിയാലും അവർക്ക് റേറ്റിങ്ങിന് വേണ്ടി അവർ ആ വിഷയം പിന്നെയും ഒത്തിക്കൊണ്ട് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആർക്കെല്ലാം നാടനെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും എപ്പോഴും ഇവിടെ ഇളക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, വാർത്തയ്ക്കുള്ള വകുപ്പുണ്ടായിക്കൊണ്ടിരിക്കണം എന്നൊക്കെ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലാണ്. ഒരു കാലത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയുള്ള കാലങ്ങളിലൊന്നും മാറത്തില്ല. കാര്യം വെറുതെ ഇരുന്നാലും വിവാദം ഉണ്ടാകുന്നൊരു കാലം ഉണ്ടാകും. ഇതുകൊണ്ട് തന്നെയാണ് ദാവീദിൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പക്ഷേ നിലപാടെന്താ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ദാവീദ് പറയും, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ സഭയുടെ ശരണം എന്താണ്? ഒരു ഗുഹയാണ് കാണുന്നതെങ്കിലും വിശ്വാസി അതിനെ കർത്താവിൻ്റെ ചിറക് വിരിച്ചിട്ടിരിക്കണ പോലെ അങ്ങ് പ്രഖ്യാപിക്കും. നീ എന്ത് പ്രഖ്യാപിക്കുന്നുവോ ദൈവത്തിൻ്റെ നാമത്തിൽ അത് നിനക്കതായി മാറും, നീ ആഗ്രഹിക്കുന്നതായി മാറും. നിൻ്റെ സങ്കടകാലത്ത് നീ എന്ത് പ്രഖ്യാപിക്കുന്നുവോ, ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നീ എന്ത് കരുതുന്നുവോ അത് ദൈവത്തിൻ്റെ സംരക്ഷണമായി നിനക്ക് അനുഭവപ്പെടും. ആ ദൈവത്തിൻ്റെ പരിപാലനം മാത്രമല്ല, അത് നിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പരിണത ഫലമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഭാരം ജീവിത ക്ലേശവും സമ്മാനമായി ഏറ്റുവാങ്ങി. നമ്മുടെ ഭാരം ജീവിത ക്ലേശവും സമ്മാനമായി ഏറ്റുവാങ്ങി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുവാൻ ഉള്ളിലൊരത്താരം ഒരുക്കുന്നു ഞാൻ. പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം സഭയിൽ തന്നെ ഈ ഒരു വിനാശകാലത്ത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്ന സമയത്ത് സഭയിൽ തന്നെ സഭയ്ക്ക് വെല്ലുവിളികളാണ് വരുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സഭയുടെ അകത്തും പുറത്തും വിനാശത്തിൻ്റെ കൊടുങ്കാറ്റാണ്. ബോധപൂർവ്വം ഉയർത്തി വിടുന്നതാണത്. അതിനെല്ലാം ആശ്രയം കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്.
അഭയം പ്രാപിക്കുകയാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഇക്കാല ദിവസങ്ങളിലെല്ലാം സങ്കീർത്തനം 34, സങ്കീർത്തനം 56, സങ്കീർത്തനം 57 എല്ലാ ദിവസവും എന്ന വണ്ണം കേരള സഭ, മലയാള സഭ മുഴുവനും ഈ സങ്കീർത്തനം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിന്, സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാഷ്ട്രത്തിനെ ശരിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രത്യേക പൊളിറ്റിക്കലായിട്ടുള്ള നിലനിൽപ്പ്, അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സർവൈവൽ, അതിൻ്റെ ഫലമായി വന്നിട്ടുള്ള മനുഷ്യൻ്റെ സ്വസ്ഥതയും സുരക്ഷിതത്വവും സമാധാനവും അത് സംരക്ഷിക്കുന്ന സർക്കാരുകൾ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുക, ഉള്ളിലൊരൾത്താരം ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുക, ഉള്ളിലൊരൾത്താരം ഒരുക്കുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ വായിച്ച് ധ്യാനിച്ചതാണ്. നിങ്ങൾക്കും അത് ഗുണം ചെയ്യുമെന്ന് എൻ്റെ മനസ്സ്. ഞാൻ ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പരിശുദ്ധാത്മ തന്ന ഒരു പ്രേരണയാണ്. ഇത് മലയാള സഭയോട് മുഴുവൻ പറയണം. മലയാള തിരുസഭ മുഴുവനും ഇത് ഈ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനം 34, 56, 57 ഒക്കെ വായിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ നമുക്ക് ലഭിക്കുന്ന എന്ത് സിറ്റുവേഷനും അത് കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ പരിപാലനൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിശ്വാസത്താൽ ദാവീദിനെ പോലെ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേരള സഭയെ നീ നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാട് യാഗമായി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാട് യാഗമായി. ഈ ജന്മം ബലിയായി ഞങ്ങൾ അണയുന്നു. നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. നിങ്ങൾക്ക് ഉടമ്പടിയിലേക്ക് വരാം. ഈ ദിവസങ്ങളിലൊരു നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഇപ്പോഴത്തെ രീതി അറിയാമല്ലോ. ഇപ്പോഴത്തെ രീതി വെച്ചാൽ 9 മണിക്ക് ഉടമ്പടി ആരംഭിക്കും. 12,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ 40 പേരെ ഒരു ഘട്ടത്തിൽ 40 പേരല്ലേ ഗവൺമെൻറ് നിയമം അനുസരിച്ച് 40 പേരെ അകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 40 പേരെ അല്ലെങ്കിൽ 20 പേരെ ഒരു ഘട്ടത്തിൽ ഉടമ്പടി ചെയ്യാനും 20 പേർക്ക് ഉടമ്പടി പുതുക്കാനും പറ്റും. അവർക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അടുത്ത 40 പേരെ ലൈനിലുണ്ടാവും. കാര്യം 2000 പുതിയ ഉടമ്പടിക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ 40 വെച്ച് അങ്ങനെ 80 എടുക്കും. 3 ഘട്ടമുള്ള കാരണം ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരവസരം കിട്ടാൻ വേണ്ടി കുറച്ച് സീറ്റുകളിടും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ്
RT-PCR അല്ലെങ്കിൽ RT-PCR എടുത്തു കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ രേഖകൾ മൊബൈലിൽ കാണിച്ച് അങ്ങനെയുള്ളവരകത്ത് കയറ്റണത്. ഇഞ്ചക്ഷൻ എടുക്കാത്തവരൊന്നും അകത്ത് കയറ്റത്തില്ല. ബന്ധുക്കളായിട്ട് വന്നവരൊന്നും അകത്ത് കയറ്റത്തില്ല. ബന്ധുക്കളായിട്ട് വന്നവരുടെ അവിടെ രേഖകളുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ രേഖകളുണ്ട്, RT-PCR രേഖകളുണ്ടെങ്കിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അനുവദിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ അവരെ പുറത്തേക്ക് വിടും. കാര്യം ജനങ്ങൾ പുറത്ത് നിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 5 മിനിറ്റാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കാനോ പുതുക്കാനോ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ടൈം വരെ ഉണ്ട്. ജസ്റ്റ് വിസിറ്റേഴ്സായിട്ട് വന്നവരുണ്ട്, അത് ഉടമ്പടി എടുക്കുന്നവരുടെ കൂടെ വരുന്നവരുണ്ട്. അവർക്ക് 5 മിനിറ്റ് പ്രെയർ ചെയ്യാൻ അനുവദിക്കും. അതിനുശേഷം അവർ RT-PCR ചെക്ക് ചെയ്തതിന് ശേഷം ഗേറ്റിംഗ് തന്നെ അവർക്ക് ചീട്ട് കൊടുക്കും. 5 മിനിറ്റത്തെ ചീട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് അവസരം കൊടുക്കാൻ പറ്റാതെ പറ്റും. അപ്പം അതുകൊണ്ട് അത് അതേസമയം തന്നെ ഉടമ്പടി പുതുക്കുന്ന സ്ഥലത്ത് സാക്ഷ്യം എഴുതി കൊടുക്കണം. ആ സാക്ഷ്യം സ്വീകാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പുതുക്കാൻ വേണ്ടി വരുമ്പോൾ, പുതുക്കി കഴിയുമ്പോൾ സാക്ഷ്യം പറയാനുള്ള അവസരം കൊടുക്കും. എല്ലാം കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ ദിവസങ്ങളിൽ അങ്ങനെ വന്നൊരു സാക്ഷി എന്ന് പറയണത് വയനാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടിലാണ് ഭൂമിയെന്ന് തോന്നുന്നത്. പക്ഷേ സർവേ നമ്പറുണ്ട്. പണ്ടത്തെ ഭൂമിയാണ്, പണ്ട് പട്ടയം കിട്ടിയ ഭൂമിയാണ്. പക്ഷേ ഈ ഭൂമിയുടെ പേര് തന്നെ ആനക്കാടെന്നാണ്. കാര്യം ആന ശല്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത്. കാരണം ഈ സ്ഥലം ഒരു 100 പേരെങ്കിലും വന്ന് പല കാലങ്ങളായിട്ട് ഈ മനുഷ്യന് കടം വന്ന കാരണം ഈ സ്ഥലം ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കാര്യം വിൽക്കാൻ ഇതേ ഉള്ളൂ, പക്ഷേ ഇത് ആരും എടുക്കണില്ല. കാര്യം അങ്ങനെയുള്ള സ്ഥലമാണ്, ഏടാകുടം പിടിച്ചൊരു സ്ഥലമാണ്. ആ സ്ഥലം അത്രയ്ക്ക് വിൽക്കാനും പറ്റണില്ല, ആർക്കും വേണ്ടേം താനും. അയാൾ പറഞ്ഞതാണ് 100 പേരെന്നാണ് പറഞ്ഞത്. 100 പേരെങ്കിലും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആരുമില്ല. അവസാനം എന്ത് ചെയ്ത് അദ്ദേഹം വന്ന് ഉടമ്പടി എടുക്കാം. ഉടമ്പടി എടുത്തിട്ട് പിന്നെ സംഭവിച്ചത് ജസ്റ്റ് 7 ഡേയ്സ് കൊണ്ട് സാധനം വിറ്റും പോകും. ഒരിക്കലും വിൽക്കത്തില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ അയാളെ മരിച്ചാലും, അയാളെ മനസ്സിൽ ചിന്തിക്കണം. അതായത് അയാൾ മരിച്ചു പോയാലും ഈ സ്ഥലമൊന്നും വിറ്റ് പോകത്തില്ല. അപ്പം നമ്മൾ മരിക്കണ കാലത്താണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും പോലും നടക്കാത്ത കാര്യങ്ങളെ പരിശുദ്ധ അമ്മ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് നടത്തും. ഇതിനാണ് ഉടമ്പടി ടൈം എന്ന് പറയണത്. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ടൈമാണ്. കാരണം ടൈമിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ഒരു കാലത്തും നടക്കാത്ത ഒരു കാര്യം, നമ്മൾ സമയം എന്താ പറയണത്, ഒരു കാലം എന്നല്ല പറയണത്, ഒരു കാലം ഒരിക്കലും നടക്കാത്ത ഒരു സമയം ഈ സാധനത്തിന് കംപ്രൈസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെക്കും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വളർച്ചയെന്ന് വിചാരിച്ചോ. മരത്തിന് ലീഫ് ടൈം എന്ന് വെച്ചാൽ ഇല ഉണ്ടാകുന്ന സമയം. അത് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാകും, അതിൻ്റെ ബ്ലോസം ടൈമുണ്ട്, ഫ്ലവറിങ് ടൈമുണ്ട്, പൂക്കളുണ്ടാകുന്ന സമയം. അടുത്ത സമയം എന്താ, അതിൻ്റെ ഫ്രൂട്ട് ടൈമുണ്ട്, അതിൻ്റെ ഫലമുണ്ടാകുന്ന സമയം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഘട്ടമായിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് സ്വാഭാവികമായ സമയമെന്ന് പറയണത്. ഓരോ വിഷയത്തിൻ്റെയും ഇലയുടെ കാലം, പൂവിൻ്റെ കാലം, അതുപോലെ തന്നെ ഫലത്തിൻ്റെ കാലം. ഇനി നമ്മളുടെ ആവശ്യമെന്ന് പറയണത്, ഈ കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ നമ്മളുടെ ആവശ്യമെന്ന് പറയണത് ടൈമാണ്. ഈ ടൈമിൽ തന്നെ നടക്കണം. കാര്യങ്ങൾ നമുക്കും അറിയാം, ഇതൊക്കെ വിറ്റ് മാറ്റാൻ ഇവർ പറയല്ലേ ചോദിച്ചാൽ ഇതിപ്പോൾ സ്ഥലമൊന്നും വിറ്റ് മാറ്റത്തില്ല, റിയൽ എസ്റ്റേറ്റുകാരെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. സ്ഥലത്തിൻ്റെ കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ ഇപ്പം മടുപ്പാണെന്ന് പറയും. ഇപ്പോൾ ഈ കയറ്റ് ഓഫീസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് 10 കയറ്റ് ഞങ്ങൾക്ക് ഒരു ഓർഡർ വേണമെന്ന് പറയണമെങ്കിൽ അവർ ഉടനെ പറയും ഇപ്പം മടുപ്പാണെന്ന് പറയും. എപ്പോഴാണ് അത് പറയണത്? അവർ പറയണത് ജനുവരിയിലാണത് പറയണത്. ഡിസംബർ ജനുവരിയിലൊക്കെ ചെന്നിട്ട് കയറ്റ് ഓഫീസ് ചെന്നിട്ട് ഞങ്ങൾക്ക് ചകിരത്തെടുക്ക്, പപ്പടത്തെടുക്ക്, കയറ്റ് പോയ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഓർഡർ തരണമെന്ന് ആരെങ്കിലും ഇത് നിർമ്മിക്കുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ ഉടനെ ഇതുപോലെയുള്ള വലിയ കയറ്റുമതിക്കാർ പറയും ഇപ്പം മടുപ്പാണെന്ന് പറയും. റിയൽ എസ്റ്റേറ്റുകാരും പറയണില്ലേ ഇപ്പം മടുപ്പാണെന്ന് പറയണില്ലേ. അച്ഛാ ഒരു കച്ചവടം നടക്കണില്ല അച്ഛാ ഇപ്പം മടുപ്പാണെന്ന് പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മടുപ്പായിരിക്കും ജീവിതം ചിലതിൽ. എന്തുകൊണ്ടാണ് കയറ്റ് ഓഫീസുകാർ അങ്ങനെ പറയണത്?
അവർ ഇപ്പോൾ ഈ സമയമില്ല, ഈ സമയത്താണ് കയറ്റിപ്പോണത്. സെപ്റ്റംബർ ഒക്ടോബറിൽ കയറ്റിപ്പോയാൽ മാത്രമേ സായിപ്പിൻ്റെ നാട്ടിൽ ജനുവരി 1 പറയുമ്പോൾ ഡിസംബർ 29 പറയുമ്പോൾ അവിടെ പഴയ കയറ്റുവായ എല്ലാവരുടെ അടുത്ത് കത്തിച്ച് കളയും. അത് ജനുവരി 1 പുതിയ കയറ്റുവായ ഇടും യൂറോപ്പിൽ എല്ലായിടത്തും. അതുകൊണ്ടാണ് ഇവർ ജർമ്മനിലൊക്കെ പോയി ഓർഡർ പിടിക്കണത്. ആ സമയത്ത് കയറ്റുവ ഇടുന്നത് ആ കയറ്റുവ കയറിപ്പോണ എപ്പോഴാണ്? കയർ ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കയറിപ്പോവും. പിന്നെ അങ്ങോട്ട് നവംബർ തൊട്ട് മടുപ്പായിരിക്കും. അപ്പോൾ എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മടുപ്പുണ്ട് ശരിക്കും. ഇപ്പോൾ മത്തിയുടെ സമയമുണ്ട്. സെപ്റ്റംബർ ഇടവ മാസം മത്തിയ സമയം. ഇടവം കഴിഞ്ഞ് പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ മത്തിയെ കാണത്തില്ല, കടലിൽ കാണത്തില്ല. അതിൻ്റെ ടൈം അതാ. ഇതിപ്പോൾ എന്ത് മാസമാണ്? ഒക്ടോബർ അടുക്കാൻ പോകണം. ഇത് ആഗോലിയുടെ ടൈമാണിത്. കടലിലെ ആഗോലി ടൈമാണ്. ആഗോലി മാറ്റാൻ ഇങ്ങനെ കിളയായി വരുന്ന സമയമാണ്. ഇപ്പോൾ ന്യൂനമർദ്ദമാണ്. ഇത് കഴിയുമ്പോൾ കടലിൽ പണി ഉണ്ടാവും. ഇതാണ് മെയിൻ. ചില സമയത്ത് കറവെള്ളം എന്ന് പറഞ്ഞ സാധനം വരും. കറവെള്ളം അത് ഈ ഭൂമിയുടെ അടിയിൽ നിന്നും പലതരത്തിലുള്ള മിശ്രിതങ്ങളെ കൂടിയിട്ട് ഇത് മോശമായിട്ടുള്ള വെള്ളം തന്നെ റിജക്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. കറവെള്ളത്തിന് ഭയങ്കര മണമായിരിക്കും. കറവെള്ളം വന്നാൽ ചിലപ്പോൾ മീനുകളെല്ലാം ചെവിറ്റി ചത്തുപോയെന്നും വരും. ചിലപ്പോൾ മീനുകൾ അടുത്ത് വരത്തില്ല. സീസണായിട്ട് ആകുലി വരേണ്ട സമയമാണെങ്കിൽ പോലും കറവെള്ളം കിടക്കണ കാരണം തീരത്തേക്ക് സംഭവം വരത്തില്ല. അതാണ് ഓരോ കാലങ്ങൾ, മടുപ്പിൻ്റെ കാലമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ നമുക്ക് എഴുതി തള്ളാം, അയ്യോ ഇപ്പം മടുപ്പാണ്, ഇപ്പം കൊറോണയാണ്. ഹൈക്കോടതി പോലും കേസുകൾ കേൾക്കണത് വക്കീലും ജഡ്ജിയും കൂടി ഓൺലൈനിലാണ് കേൾക്കണത്. ഇപ്പം ഞാൻ വക്കീലിനോട് കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഫിസിക്കലായിട്ടല്ല കേൾക്കണത്. ഒരു കോഡ് നമുക്ക് തരും. ആ കോഡിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ജഡ്ജിയോട് നമ്മൾ സംസാരിച്ച് വേണമെങ്കിൽ ജഡ്ജിക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് കളയാൻ പറ്റും. കഴിഞ്ഞു, കേസ് തീർക്കുകയാണ്. കൊറോണ കാലത്ത് കുറേ സംഭവങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെയൊക്കെ നീതി കിട്ടാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറയും. പൊതുവെ ഉള്ള സംസാരമാണ് ഇതൊക്കെ. അപ്പോൾ ഓരോരോ കാലത്തിന് സ്വാഭാവിക ദുരിതങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഓരോരോ കാലത്തിന് സ്വാഭാവിക ദുരിതങ്ങൾ. പക്ഷേ ഉടമ്പടി എടുക്കുന്നവർക്ക് ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നമ്മുടെ കാലം നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സിറ്റുവേഷൻ എന്താണെന്നല്ല പ്രശ്നം. പല കാര്യങ്ങളെ കൊണ്ടും പല സിറ്റുവേഷൻസും മോശമാണ്. പക്ഷേ സിറ്റുവേഷൻസ് മോശമാണെങ്കിലും ഇനി സിറ്റുവേഷൻസ് മോശമാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ ഈ സീസൺ കഴിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഉടമ്പടിയിലെടുക്കുന്ന മക്കൾ ഈ വിഷയം നമ്മൾ സാഹചര്യത്തിന് സമർപ്പിക്കുകയല്ല, ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വിഷയങ്ങളൊന്നും നമ്മൾ സാഹചര്യത്തിനല്ല സമർപ്പിച്ചിരിക്കുന്നത്. ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിനാണ്. കാര്യം ചിലപ്പോൾ സാഹചര്യം അതായിരിക്കാം. ഇപ്പോൾ 69-ാമത്തെ സങ്കീർത്തനത്തിൽ സുന്ദരമായൊരു വാക്കുണ്ട്. 69-ാം സങ്കീർത്തനം, അതായത് 69:13 ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഏറ്റു പറഞ്ഞേ, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരണമേ. ഈ സാഹചര്യം മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിനും ഉചിതവും അനുചിതവും ഉണ്ട്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ഇപ്പം നമ്മളുടെ സ്വാഭാവികമായ ഭൗതിക സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യം മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ പോലും ഒരു വിഷയത്തിന് ഉചിതവും അനുചിതവും ഉണ്ട്. അനുചിതമായ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ദൈവത്തിന് ആ സമയം അനുചിതമാണെന്ന് തോന്നിയാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. എന്താ പറയണത്? 69:13 ഏറ്റു പറഞ്ഞ, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരണമേ. പക്ഷേ പ്രശ്നം എന്താ? ഇപ്പം ചില പേരക്കിടാങ്ങളില്ലേ, 10-20 വയസ്സുള്ള 22 വയസ്സൊക്കെ ഉള്ള പേരക്കിടാങ്ങളെ ചില അപ്പാപ്പന്മാർ ഞാൻ കൊടുക്കാൻ പോയിട്ടുണ്ട്. മരിക്കണ കണ്ടീഷൻ ആകുമ്പോൾ പറയും. ഇപ്പം അവർ ചിലർ അല്ലെങ്കിൽ രോഗികൾക്ക് നമ്മൾ കുർബാന കൊടുക്കാൻ പറയും, അച്ഛാ എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് കണ്ണടഞ്ഞാൽ മതി എന്നത്. അത് എന്താ സംഭവം? ആ പേരക്കുട്ടിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പാപ്പൻ എന്താ പറയണത്? അപ്പാപ്പൻ എടുത്ത് വളർത്താൻ കുഞ്ഞല്ലേ. അത് കാരണം അവളെ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കിയിട്ട് കർത്താവിനെ വിളിക്കുക. അതാണ് നമ്മൾ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ അപ്പച്ചൻ പറയണത്. അച്ഛാ എൻ്റെ പേരക്കുഞ്ഞിൻ്റെ
കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞാൽ മതിയെന്ന് കർത്താവിനോട് പറയണമെന്ന്. അത് പക്ഷേ കർത്താവിൻ്റെ സമയം ഏതാണെന്ന് നമുക്കറിയില്ലേ. കർത്താവിൻ്റെ സമയം ചിലപ്പോൾ ഇവിടെ 27-ാമത്തെ വയസ്സായിരിക്കും സമയം. പക്ഷേ അപ്പാപ്പൻ എന്താ പറയണത്? 27 വയസ്സാകുമ്പോൾ ഞാൻ ഭൂമി ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിൽ ചില സമയത്ത് പൊരുത്തപ്പെടാതെ നിൽക്കും. അപ്പോൾ ദൈവം എന്തു ചെയ്യും? ഉചിതമല്ലെങ്കിൽ പോലും ചിലപ്പോൾ നീ ദൈവഭക്തനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ സമയത്തിലേക്ക് ദൈവം ഇത് ചേഞ്ച് ചെയ്യും എന്ന് നീ മനസ്സിലാക്കണം. സമയത്തിൻ്റെ ചേഞ്ചിങ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ 17-ാം സംഖ്യ അത് ആ സാഹചര്യം ഉണ്ട്. കാര്യം ഉചിതമല്ലെങ്കിൽ പോലും ദൈവം അത് ഉചിതമാക്കി നിൻ്റെ കാലത്ത് അത് ചെയ്തു തരും. സമയം പിടിച്ചിറക്കി കൊണ്ടുവരും. അതാണ് ഈ സങ്കീർത്തനം തന്നെ 69:17 എന്താ പറയണത്? 69 അങ്ങയുടെ സങ്കീർത്തനം 69:17 അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിലകപ്പെട്ടു. എന്താ, അങ്ങേക്ക് ഉചിതമെന്ന കാലം അത് തോന്നുമ്പോൾ എനിക്ക് സഹായം ചെയ്യണതാണ് സ്വാഭാവികമായ സമയം. പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ കഷ്ടതയിലാണ്. നിങ്ങൾ ഈ വചനമൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് വേണം ഇത് പഠിക്കുക. അതായത് സങ്കീർത്തനം 69:17 നമ്മൾ ആദ്യം വായിച്ചതാണ്. ഈ സങ്കീർത്തനം തന്നെ 69:13 എന്താ പറയണത്? ദൈവമേ ഏറ്റു പറഞ്ഞ് ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പക്ഷെ ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് ഉത്തരമരുളിയായി അപ്പാപ്പൻ മരിച്ചു. അപ്പം എന്ത് പറ്റും? അപ്പാപ്പന് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ബന്ധമാണ് മക്കളെ പ്രശ്നം. ഉടമ്പടി നിങ്ങളെ ദൈവവുമായിട്ട് ശക്തമായ ബന്ധത്തിൽ കൊണ്ടുവരും. ഉടമ്പടിയുടെ ഗുണവത ഈ വയനാടുകാരൻ മരിച്ചാലും ആ ആനക്കാട്ടി പുരയിടം വിറ്റുമാറത്തില്ല. കാട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ആർക്ക് വേണത്? പട്ടിക്ക് പോലും വേണ്ടാത്ത സ്ഥലമാണ്. പക്ഷേ അദ്ദേഹം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം ആ സാധനം വിറ്റുമാറുകയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സങ്കീർത്തനമാണ്. എന്താണ്? സങ്കീർത്തനം 69:17 എന്താണ്? അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ. പ്രാർത്ഥിച്ചേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിലകപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറയണത്? വേഗം എനിക്ക് ഉത്തരമരുളണമേ. അതാണ് വേഗത വരണത് അവിടെ. കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളിയാൽ മതിയെന്നാണ് ഈ മനുഷ്യൻ ആദ്യം 4 വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉചിതമെന്ന് തോന്നുന്ന കാലം, ദൈവത്തിന് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരമരുളിയാൽ വേറെ ചില കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അതുകൊണ്ട് സങ്കീർത്തനം ഞാൻ കഷ്ടതയിലകപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്നതിനേക്കാൾ ഉപരി വേഗത്തിലാണ് സംഭവം നടക്കേണ്ടത്. ഉടമ്പടി വേഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ ആനക്കാട്ടിൽ പുരയുടെ ഒരു കാലത്തും വിറ്റ് മാറത്തില്ല. അതുകൊണ്ട് പക്ഷേ അവനത് ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ തിരുസന്നെ വൃത്തിയും വേപരിച്ച് കഴിയുമ്പോൾ 80 കൊല്ലം കഴിഞ്ഞാൽ വിൽക്കാത്ത, അല്ലെങ്കിൽ 70 കൊല്ലം കഴിഞ്ഞാലും വിൽക്കാത്ത പുരയിടം 7 ദിവസം കൊണ്ട് അത് വിറ്റുമാറും. ഇത് ഒരനുഭവമല്ല, 2000-ഓളം അനുഭവങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കൃപാസനത്തിൻ്റെ. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ക്ലേശങ്ങൾ വരുമ്പോഴേ സങ്കീർത്തനം 34, 60, 56, 57 വായിക്കുമ്പോൾ തന്നെ കൃപാസനത്തിന് മുഴുവനും സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രയാസം വരുമ്പോൾ യൂട്യൂബിൽ കയറി സാക്ഷ്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും. എന്ത് പറ്റും? അഭിഷേകം ഉണ്ടാവും, ആന്തരിക അഭിഷേകം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ ജീവിത ക്രമീകരണം തന്നെ അങ്ങ് ദാവീദിൻ്റെ ജീവിതവുമായിട്ട് അനിപേക്ഷിതമായിട്ട് പൊളിച്ചെഴുതുകയാണ് നമ്മൾ. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്ന കാലത്ത് ഉത്തരമരുളുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം. എങ്കിലും നിനക്ക് ദൈവത്തോട് ശരണമുണ്ടെങ്കിൽ ഏത് കഷ്ടകാലത്തും ക്ലേശകാലത്തും ദൈവത്തോട് ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധി വിട്ടുപോകാൻ തീരുമാനിക്കാതെ ദാവീദിനെപ്പോലെ ഒരു കോട്ട കണ്ടാലും അത് കർത്താവിൻ്റെ ചിറകാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ സംരക്ഷണം കർത്താവിൻ്റെ സംരക്ഷണമാണ്. കോട്ടയല്ല, എന്നെ ഗുഹയല്ല സംരക്ഷിക്കുന്നത്, എൻ്റെ കർത്താവാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് ദാവീദ്. അപ്പോൾ നിനക്കിങ്ങനെ തോന്നുമായിരിക്കും, എന്നെ പോലീസ് സംരക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ വക്കീൽ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ ഡോക്ടർ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിമാർ അല്ലെങ്കിൽ അങ്കിൾ എനിക്ക് പൈസ അയച്ചു തന്നു, അങ്കിൾ സംരക്ഷിച്ചു. ഇങ്ങനെ എന്ത് സംരക്ഷണം എവിടെ നിന്ന് വന്നാലും ബേസിക്കായിട്ട് യു ആർ ഗെറ്റിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഗോഡ്.
നിങ്ങൾ ദൈവത്തിൽ നിന്ന് സംരക്ഷണം അങ്ങനെ തോന്നണം. നിനക്ക് എവിടുന്ന് സംരക്ഷണം കിട്ടിയാലും അത് നിൻ്റെ ദൈവമാണ് നിന്നെ സംരക്ഷിക്കണമെന്ന് ദാവീദിനെ പോലെ നിനക്ക് പ്രഖ്യാപിക്കണം. ദാവീദ് ഒരു ഗുഹയുടെ അടക്കം കടത്തിരിക്കണം. കൊല്ലാൻ ഓടിച്ചിട്ടുണ്ട്, സാവൂൾ കൊല്ലാൻ ഓടിച്ചിട്ട് അവന് ഗുഹയ്ക്ക് ഒടിച്ചിരിക്കുമ്പോൾ ഗുഹയുടെ മുകളിൽ വിരിഞ്ഞ് നിൽക്കുന്ന ആ സംരക്ഷണത്തെ ഗുഹയെ കണ്ടിട്ട് ആ മനുഷ്യൻ പ്രഖ്യാപിക്കണം, ഇതെൻ്റെ കർത്താവിൻ്റെ ചിറകാണെന്ന് പറയും. ആരെന്ത് ഏത് സംരക്ഷണം നിനക്ക് നൽകിയാലും യു മസ്റ്റ് പ്രൊക്ലെയിം ദ providence of God. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ജീവിതം മുഴുവൻ നിര്യാണയ്ക്കുക ഉള്ളിലൊരത്താരം ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ നിര്യാണയ്ക്കുക ഉള്ളിലൊരത്താരം ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു നിൻ മുൻപിൽ സ്നേഹ